بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتوكل على الله فهو حسبه يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ഏതൊരു വിഷയങ്ങൾ വരുമ്പോഴും അതിൻ്റെ എല്ലാം പര്യവസാനം നമ്മൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക, നമ്മൾ പരിശ്രമിക്കുകയും ആ പരിശ്രമത്തിൻ്റെ അന്തിമ ഫലം അത് അല്ലാഹുവിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വിജയിച്ചാലും ഇല്ലെങ്കിലും, വിജയിക്കുമ്പോഴും അത് പരാജയപ്പെടുമ്പോഴും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചതിൻ്റെ ശേഷം മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അത് എന്താണെങ്കിലും നമുക്ക് ഖൈറായിട്ടാണ് ഈ ലോകത്തും പരലോകത്തും സംഭവിക്കുക എന്നത് നമ്മൾ ഉറപ്പിക്കുക. അങ്ങനെയുള്ള ആ ഒരു ഉറപ്പിക്കൽ, എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കൽ എന്ന തവക്കുലിനെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പ്രതിപാദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗങ്ങളിൽ ഈ തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യകളുടെയും മറ്റുമൊക്കെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിലുള്ള ആ ഒരു തവക്കുലിന് ഭംഗം വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇനി നമ്മൾ പറയുന്ന ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൂറത്തു ത്വലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഒരു ആയത്ത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ കാര്യവും അല്ലാഹുവിൽ ഒരാൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവന് അത് മതി. അല്ലാഹു പറയുന്നതാണ് ഈ വാക്യം, ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അല്ലാഹു തആല തന്റെ കാര്യം പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാത്തിനും അളവ്, അതേപോലെ ഒരു കണക്ക് നിശ്ചയിക്കുന്നവനും അല്ലാഹു തആല തന്നെയാണ്. എത്ര സുന്ദരമായിട്ടുള്ള ഒരു വചനമാണ് ഇത്. എല്ലാം നമ്മൾ അല്ലാഹുവിൽ ഏൽപ്പിക്കുക. അല്ലാഹുവിന് അത് സാധിപ്പിച്ചു തരാനുള്ള എല്ലാ കഴിവും തന്റെ ഇടവുമൊക്കെ ഉണ്ട്. അല്ലാഹു ഓരോ മനുഷ്യനും നൽകുന്നതിന് ഒരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു കണക്കാക്കിയിട്ടുണ്ട്. ഇത് മനുഷ്യരായ നാം ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അവിടെ പിന്നെ നിരാശക്ക് സ്ഥാനമില്ല. ഇതിന്റെ അർത്ഥം ഒക്കെ അല്ലാഹു തആല അങ്ങ് നടപ്പാക്കി തരട്ടെ എന്ന ചിന്തയിൽ ഒരു കാര്യവും ചെയ്യാതെങ്ങനെ മടിപിടിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ വർക്ക് ചെയ്യണം, അതിനു വേണ്ടി പരിശ്രമിക്കണം. ആ പരിശ്രമത്തിന്റെ ഫലം നമ്മൾ അല്ലാഹുവിലേക്ക് വിടണം. അത് നമ്മുടെ ദൃഷ്ടിയിൽ പ്രയാസമാണെങ്കിലും ഗുണമാണെങ്കിലും ശരി, അങ്ങനെ ഏൽപ്പിച്ചാൽ അതിന്റെ പര്യവസാനം അത് നന്മയെ വരികയുള്ളൂ. അല്ലാഹു മറ്റൊരായത്തിലൂടെ നമ്മോട് അത് സൂചിപ്പിക്കുന്നുണ്ട്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ കാര്യം ഉറപ്പിച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ചാൽ, അത് ബിസിനസ് ആവട്ടെ, ഏതെങ്കിലും ഡോക്ടറെ കാണിക്കലാവട്ടെ, അല്ലെങ്കിൽ മക്കളുടെ പഠനമാവട്ടെ, ഭൗതികമായിട്ടുള്ള ഏതൊരു വിഷയവും നമ്മൾ ഒക്കെ ചെയ്യണം എന്ന് ഉറപ്പിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, നമ്മൾ അല്ലാഹുവിലേക്ക് അതിനെ ഏൽപ്പിക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം,
ജോലിക്ക് പോകേണ്ട ആളുകളാണെങ്കിൽ അത് ഇന്റർവ്യൂവിന് നമ്മൾ പങ്കെടുക്കണം. അതിൽ വരാനുള്ള ചോദ്യങ്ങളും മറ്റും നമ്മൾ പരിശോധിക്കണം. അതിന് ഉത്തരം പറയാവുന്ന വഴികൾ നമ്മൾ തേടണം. ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബിസിനസിനെ കുറിച്ച് അവൻ പഠിക്കണം. ഏത് രീതിയിൽ ചെയ്താൽ അത് വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. അതിനുള്ള ഹലാലായ വഴികളെല്ലാം അവൻ തേടണം. ഇതൊക്കെ തേടിയ ശേഷം, അതെല്ലാം ചെയ്ത ശേഷം അത് തുടങ്ങുകയും ചെയ്ത് ഇതിന്റെ ജയപരാജയം അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള നിലക്ക് അല്ലാഹുവിലേക്ക് നമ്മൾ അത് ഏൽപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളും അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നവനാണെങ്കിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഇങ്ങനെ എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് അവന്റെ ജീവിതത്തിലെ ടെൻഷൻ കുറക്കും, പ്രയാസങ്ങൾ ഇല്ലാതെയാക്കും. ഏതൊരു കാര്യവും എപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നടന്നോളണമെന്നില്ല. ജയപരാജയങ്ങൾ വരും. ഇതിലുള്ള പരാജയം അത് അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തതാണ്, പക്ഷേ അത് വിജയിച്ചില്ല എങ്കിൽ ഇത് ഇങ്ങനെയാവണം എന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് എന്നെ നശിപ്പിക്കാനല്ല, അതിൽ അല്ലാഹു തആല ഒരു നന്മ വെച്ചിട്ടുണ്ടാകും. അല്ലാഹു തആല അതിൽ എനിക്ക് ഒരു ഖൈർ വെച്ചിട്ടുണ്ടാകും എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ച് അതിൽ ഉറപ്പിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷ്യം ജീവിതം ഇങ്ങനെയാണ് എങ്കിൽ അവന് പിന്നെ ടെൻഷനോ പ്രയാസോ ഒരു കാര്യത്തിലും വരികയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ഏൽപ്പിക്കേണ്ടത് പ്രകാരം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ യഥാവിധി അല്ലാഹുവിൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ ലറസഖകും കമാ യർസുഖു ത്വയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാനാ. പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു തആല അത് നൽകും. കൂട്ടിൽ നിന്ന് പറന്നു പോകുന്ന ഒരു പക്ഷി അതിന്റെ വയറ് ഒട്ടിയ നിലക്കാണ് പോകുന്നത് എങ്കിൽ തിരിച്ചു വരുമ്പോൾ അതിന്റെ വയറ് നിറച്ചാണ് അത് വരുന്നത്. എവിടെയാണ് അതിന് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കല്ല ഭക്ഷണം തരട്ടെ എന്ന് വിചാരിച്ച് അത് തേടിപ്പോകാതെ അത് ആ മരക്കൊമ്പിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിന് വിജയിക്കാൻ കഴിയില്ല. എവിടെയാണ് ഭക്ഷണം എന്നറിയാത്ത പക്ഷി രാവിലെ ഒന്നും അറിയാത്ത രീതിയിൽ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു പക്ഷിയും വൈകുന്നേരം വയറൊട്ടിയതായി കൂട്ടിലേക്ക് വരില്ല, അതിന്റെ വയറ് നിറഞ്ഞിരിക്കും. ഇതേപോലെ നിങ്ങളും പരിശ്രമിക്കുകയാണെങ്കിൽ ഏതൊരു വിഷയത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മടി, പരിശ്രമിക്കാതിരിക്കുക, ഇത് ഒരു മനുഷ്യൻ തളർന്നു പോവാനും അവൻ മറ്റേ ഡിപ്രഷനിലേക്ക് പോവാനും അവൻ ജീവിത നാശത്തിലേക്ക് പോവാനും കാരണമാകുന്ന ഒരു ഹേതുവാണ്. ഖുർആനും ഹദീസും നമ്മളോട് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ അതിന്റെ ഫലം അത് അല്ലാഹു തആല നിങ്ങൾക്ക് തരും. അത് നന്മയായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. അത് അല്ലാഹു നിശ്ചയിച്ചത് നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായിട്ട് ഒരു പക്ഷേ പ്രയാസമുണ്ടാക്കിയാലും പിന്നീട് അത് നന്മയെ കൊണ്ടുവരികയുള്ളൂ. ഈ ഒരു ഉറപ്പ് ഒരു മനുഷ്യനുണ്ടാവുക. ഇങ്ങനെ അല്ലാഹുവിൽ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുക, ഇതാണ് തവക്കുല്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഏറ്റവും വലിയ തവക്കുലിന്റെ ഒരു ഉദാഹരണമായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്യം ഖുർആനിൽ ഒരു വചനമായ ആയത്തായി നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ, എല്ലാം നടപ്പിലാക്കി തരാൻ, ഏൽപ്പിക്കാൻ അർഹതപ്പെട്ട ഒരു ശക്തി അത് അല്ലാഹു തആല തന്നെ. ഇത് ഉറപ്പിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
ഇത് അവിടുന്ന് പിന്തുടർന്ന് ബദർ യുദ്ധം നടന്ന സാഹചര്യങ്ങളിൽ 313 ബദരീങ്ങളും ബദറിലേക്ക് പോകുമ്പോ അവരുടെ കൈവശം ആയുധങ്ങളോ ശത്രുക്കളെ നേരിടാനുള്ള സംവിധാനങ്ങളോ ഇല്ലാതെ എല്ലാ നിലക്കുമുള്ള ആയുധങ്ങളുള്ള ശത്രുക്കളോട് പോയപ്പോൾ ആ 313 സ്വഹാബികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നുള്ളതാണ്. ഇത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കയറിയാൽ അവനെ പിന്നെ തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ ഒരു കഴിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമുണ്ട്. നമുക്കറിയാമല്ലോ, അവിടുത്തെ പത്നിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പ്രത്യേക കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇന്ന് നാം കാണുന്ന ആ പ്രൗഢമായിട്ടുള്ള സംവിധാനങ്ങളും കെട്ടിടങ്ങളും ഒക്കെയുള്ള ഒരു കാലമല്ല. ആയിരക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യര് പോലും താമസിക്കാതിരുന്ന, ഇന്നത്തെ ആ കഅബയുടെ ചുറ്റുഭാഗമുള്ള ആ ഒരു പ്രദേശം, അവിടെ പോയാൽ അറിയാലോ ആളുകൾക്ക്. നമ്മൾ ആ കഅബയുടെ ഹറമിന്റെ മുൻഭാഗത്തിരുന്ന് 4 സൈഡിലേക്കും ഒന്ന് നോക്കിയാൽ ഒരു വൃക്ഷത്തിന്റെ ഒരു പച്ചപ്പും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാം പാറക്കൂട്ടങ്ങളാണ്. ഇന്നത്തെ ആ കെട്ടിടങ്ങളൊന്ന് മാറ്റിവെച്ചാൽ ഫുൾ പാറകളാണ്, വെള്ളം പോലുമില്ല. ആ ഒരു സ്ഥലത്ത് ഹാജറ റളിയല്ലാഹു അൻഹയെ ഇട്ടേച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോരുകയാണ്. ഹാജറ ബീവി മാത്രമല്ല, മുലകുടി പ്രായമുള്ള തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവിടെ ഇട്ടേച്ചു പോരാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതനുസരിച്ചേ പറ്റുകയുള്ളൂ. ഒന്നും സംസാരിക്കുന്നില്ല. ഹാജറ ബീവിയെ അവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നടക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. സംസമിന്റെ ഉത്ഭവത്തിന്റെ കഥയൊക്കെ അവിടെയാണല്ലോ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ നമ്മുടെ വീട്ടിൽ ഒരു സൽക്കാരമോ കല്യാണമോ ഒക്കെ നടന്നാൽ അതിൽ വെള്ളം വറ്റിപ്പോവാറുണ്ട്. 1000-2000 പേർക്കുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ. എന്നാൽ ലക്ഷക്കണക്കായ ലിറ്ററുകൾ ഓരോ സെക്കൻഡിലും അടിച്ചുകൊണ്ടിരിക്കുന്ന ആ സംസം വറ്റാത്ത ഉറവയായ ആ സംസം കിണറും അതിന്റെ ഉത്ഭവം അവിടെയാണ് തുടങ്ങുന്നത്. ആരും കൂട്ടിനില്ലാത്ത ആ മലഞ്ചെരുവിൽ കൊണ്ടുപോയി ഹാജറ ബീവിയെയും മുലകുടി മാറാത്ത കുഞ്ഞിനെയും ഇട്ടേച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോരുകയാണ്. എന്താ കാരണം? അള്ളാഹു പറഞ്ഞു, അത് കേൾക്കുകയാ. ഇനി അവർക്ക് ഭക്ഷണമുണ്ടോ വെള്ളമുണ്ടോ? ഇല്ല, അള്ളാഹു പറഞ്ഞതാണ്, അത് അള്ളാഹു നൽകും. ഹാജറ ബീവി പുറകെ പോയി. എന്താണൊന്നും മിണ്ടാത്തത്? ഭക്ഷണമില്ല, വെള്ളമില്ല, കുറച്ചേ ഉള്ളൂ. ഇവിടെ ഒരു മനുഷ്യനില്ല. ഈ മലമ്പ്രദേശമാണ്, ആരും സഹായിക്കാനില്ല. ഇവിടെ ഇട്ടേച്ചു പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും മുന്നിൽ പോയി തടഞ്ഞു നിർത്തി ചോദിച്ചു, അല്ലയോ, നിങ്ങളോട് ഇങ്ങനെ വിട്ടുപോവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ? നഅം, അതെ. മറുപടി പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പിന്നെ ഹാജറ ബീവി ഒന്നും ശ്രദ്ധിച്ചില്ല, പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണ്. തവക്കുലിന്റെ അങ്ങേ അറ്റം. എന്നാ പിന്നെ അള്ളാഹ് ഏൽപ്പിച്ചതാന്ന് വിചാരിച്ച് ഹാജറ ബീവി അവിടെ ഇരുന്നോ? അള്ളാഹ് വെള്ളം കൊണ്ടു തരട്ടെ ഒരു ഗ്ലാസ്സിൽ, അള്ളാഹ് ഭക്ഷണം തരട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നോ? അതല്ല തവക്കുൽ എന്ന് ഹാജറ ബീവിക്കറിയാം, ഇബ്രാഹിം നബിക്കറിയാം. ഹാജറ ബീവി ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോയപ്പോൾ അവിടെ വെള്ളം അന്വേഷിച്ചു, ഭക്ഷണം അന്വേഷിച്ചു. തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ അവിടെ അന്വേഷിച്ച് നടക്കുകയാണ് ഹാജറ ബീവി. അവസാനം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കിടത്തിയിരുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ആ സംസമിന്റെ ഉത്ഭവം അവിടെ ആരംഭിക്കുകയാണ്. വളരെ വിശാലമായ ചരിത്രമാണ്. പലപ്പോഴും നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഈ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത് ഈ ഒരു തവക്കുലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തവക്കുൽ, ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ തവക്കുൽ. രണ്ടുപേരും
അവിടെ കൊണ്ടുപോയി അള്ള നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ അവർ ചെയ്യേണ്ടതായ കാര്യം ചെയ്ത് അതിന്റെ ജയപരാജയങ്ങൾ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സമാനതകളില്ലാത്ത രീതിയിൽ ലോകം അനുസ്മരിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് ഈ മഹദിയും മഹാനും ഉയർന്നു. ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ അത്തഹിയാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിയത് അവരുടെ തവക്കുൽ കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തവക്കുൽ നമ്മളിൽ നിന്ന് ഇല്ലായ്മയായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റെന്തിനൊക്കെയോ ഭയപ്പെടുകയും മറ്റെന്തിനൊക്കെയോ ആശ്രയിക്കുകയും ചെയ്യാം. ഇന്ന് ആശ്രയിക്കണ്ട എന്നല്ല, രോഗം വന്നാൽ ചികിത്സിക്കണം, അത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. രോഗം വന്നാൽ ഡോക്ടറെ കാണണം, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അത് നമ്മൾ നിർവഹിക്കണം. എന്നിട്ട് അതിന്റെ മാറൽ, അത് ശിഫയാവൽ, സുഖപ്പെടൽ, അത് നമ്മൾ അള്ളാഹുലേക്ക് ഏൽപ്പിക്കണം. മരുന്ന് കഴിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. എല്ലാം ചെയ്തിട്ട് അതിന്റെ ജയപരാജയങ്ങൾ നമ്മൾ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക. അത് നമ്മുടെ കാഴ്ചപ്പാടിൽ വിജയിച്ചാലും നമ്മുടെ കാഴ്ചപ്പാടിൽ പരാജയപ്പെട്ടാലും ആ ഏൽപ്പിച്ചത് യഥാർത്ഥമാണെങ്കിൽ അതിൽ അവന് നന്മയെ സംഭവിക്കുകയുള്ളൂ. ഇതാണ് തവക്കുലിന്റെ പാഠം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ പഠനങ്ങളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ഏതൊരു വിഷയത്തിലും ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്ത് ബാക്കിയുള്ളത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് അധികം അതിന്റെ പുറകെ ചിന്തിച്ച് കാട് കയറി നമ്മൾ പോവാതിരുന്നാൽ അത് നമ്മുടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഉതകുന്നതാണ്. മാത്രമല്ല, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ തവക്കുൽ എന്നതുകൂടെയാണ് ഈ ചരിത്രങ്ങളിലൂടെയും ഈ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ തവക്കുൽ ഉണ്ടാക്കിയെടുക്കുക. തവക്കുലിന് വേണ്ടി നമ്മൾ ഒരു മനസ്സിനെ ഉറപ്പിക്കുക. എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കാനുള്ള ഒരു സന്നദ്ധത നാം കാണിക്കുക എന്ന ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു സഹോദരൻ ഒരു 313 രൂപ പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ പള്ളിയുടെ ആ വരുമാനത്തിന് വേണ്ടി, ആ കോശ്ശേരി പറമ്പിൽ നിർമ്മിക്കുന്ന ആ ഒരു കെട്ടിടത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും